ഇടുക്കിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്നും നാളെയും അവിടെ ഓറഞ്ച് അലേർട്ടാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യും. പീരുമേട് താലൂക്കിലെ കൊക്കയാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിക്കും. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഇപ്പോൾ ഇടുക്കിയിൽ മഴയുണ്ടോ? നാളെയും മറ്റന്നാളും ഒക്കെ ഓറഞ്ച് അലേർട്ടാണ്. ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ്. എങ്ങനെയാണ് ഒരു ജാഗ്രതാ നടപടികൾ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുറന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയോര മേഖലകളിലെ ഒരു സാഹചര്യം എന്താണ്? വിനീത, മഴ നേരിയ തോതിൽ ഇത്തരത്തിൽ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ അളവ് വളരെ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട് താലൂക്കിലാണ്. അതുകൊണ്ടാണ് ഈ കൊക്കയാർ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. നമുക്കറിയാം, കൊക്കയാറിൽ മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ നിന്നാണ് ഈ 10 കുടുംബങ്ങളെ ക്യാമ്പ് തുറന്ന് CSI പള്ളി ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതും രാത്രി കാലത്ത് മാത്രമാണ്. ഒരു ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഇടുക്കി ആകെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉടുമ്പൻചോല താലൂക്കിൽ ഇന്ന് മഴ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ദേവികുളം താലൂക്കിൽ എടുത്താൽ 5 മില്ലിമീറ്റർ മഴയാണ് ദേവികുളം താലൂക്കിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊടുപുഴ താലൂക്കിൽ 4.5 മില്ലിമീറ്റർ മഴയും അതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് പീരുമേട് താലൂക്കിലാണ്. പീരുമേട് താലൂക്കിൽ ഇന്ന് 18 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കൊക്കയാറിൽ നിന്ന് 10 കുടുംബങ്ങളെ രാത്രി കാലത്തേക്ക് മാത്രമായി മാറ്റിപ്പാർപ്പിക്കുവാൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുകയും അത്തരത്തിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മഴ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ മഴ ഇത്തരത്തിൽ തുടരുന്നത് ആശങ്കയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 10 കുടുംബങ്ങളെയാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് കൊക്കയാറിൽ മാറ്റിപ്പാർപ്പിക്കുന്നത് എന്നുകൂടിയാണ് സന്ദീപ് രാജാക്കാട് നൽകുന്ന വിവരം. ഏതായാലും മഴ കനക്കുകയാണ്. ഒരു കരുതൽ വേണം എല്ലാവർക്കും എന്നുകൂടിയാണ് പറയാനുള്ളത്.